ഹലോ, നിങ്ങളെ ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. ഈ അടുത്തിടെ ഇറങ്ങിയ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന മൂവിയിലെ ടൈറ്റിലിൽ നിന്നും ജാനകി എന്ന പേര് ഒഴിവാക്കണം എന്ന സെൻസർ ബോർഡിൻ്റെ ആവശ്യം ചാനലുകളിലെ സ്ഥിരം വാർത്തയായിരുന്നല്ലോ. എങ്കിൽ പിന്നെ ഇന്ന് സെൻസർ ബോർഡും സർട്ടിഫിക്കേഷനൊക്കെ ആകട്ടെ നമ്മുടെ വിഷയം. ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, സെൻസർ ബോർഡ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇന്ത്യൻ സിനിമകളെല്ലാം കടന്നു പോകുന്ന ഒരു വൻ കടമ്പയാണ് സെൻസറിങ്. അതായത് ഒരു സിനിമ ആർക്കൊക്കെ തിയേറ്ററിൽ പോയി കാണാം, കാണാതിരിക്കാം എന്ന് തീരുമാനിക്കുന്ന പ്രക്രിയ. ഇന്ത്യയിൽ സെൻസർ ബോർഡ് എന്നാണ് രൂപീകരിക്കപ്പെട്ടത് എന്നറിയാമോ? നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സർക്കാർ ഭരണകാലത്ത് നിലവിൽ വന്ന സിനിമാറ്റോഗ്രാഫ് ആക്ട് പ്രകാരമാണ് സെൻസർ ബോർഡ് രൂപീകരിച്ചത്. അവരുടെ ഉദ്ദേശം എന്തെന്നാൽ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ നിർമ്മിക്കുന്ന സിനിമ സെൻസർ ചെയ്യുക എന്നതായിരുന്നു. പ്രിന്റ് മീഡിയയേക്കാൾ മനുഷ്യ മനസ്സിനെ കൂടുതൽ ആകർഷിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നത് വിഷ്വൽ മീഡിയ ആണല്ലോ. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അതിനാൽ അവ സെൻസർ ചെയ്യേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഒരു ചെയർപേഴ്സണും അതിന് കീഴിൽ അനൗദ്യോഗിക അംഗങ്ങളും എന്നതാണ് സെൻസർ ബോർഡിന്റെ ഒരു ഘടന. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണെന്നറിയാവോ? കേന്ദ്ര സർക്കാരാണേ. സെൻസർ ബോർഡ് ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന ചിത്രങ്ങൾ, TV ഷോസ് മാത്രമേ സെൻസർ ചെയ്യൂ എന്നതാണ് പലരുടെയും വിചാരം. എന്നാൽ അങ്ങനെയല്ല. തിയേറ്ററുകളിൽ നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങൾ, ഷോർട്ട് ഫിലിംസ്, റിലീസിന് മുൻപ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമ ട്രെയിലറുകൾ, ഇതെല്ലാം സെൻസർ ചെയ്യപ്പെടും. എന്നിട്ട് അർഹമായ സർട്ടിഫിക്കറ്റ് നൽകും. ഇത്തരം സർട്ടിഫിക്കറ്റുകളിൽ, അതായത് ചിത്രങ്ങളുടെ കോപ്പിറൈറ്റ്, നമ്പറിംഗ്, ഫിലിമിൻ്റെ നീളം എന്നീ വിവരങ്ങൾ രേഖപ്പെടുത്തും. ഇന്ത്യൻ സിനിമയിൽ സാധാരണ നൽകാറുള്ള സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഓക്കെ, അതും ഞാൻ പറഞ്ഞുതരാവേ. UA, അതായത് 12 വയസ്സ് താഴെയുള്ളവർക്ക് മാതാപിതാക്കൾക്കൊപ്പം കാണാൻ പറ്റുന്ന സിനിമ. ചെറിയ തോതിൽ അശ്ലീലം, ചെറിയ വയലൻസ്, അശ്ലീല പദപ്രയോഗം, ബീപ്പ് സൗണ്ട് ഇട്ട് റിലീസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അടുത്തത് U, എല്ലാ തരം പ്രേക്ഷകർക്കും ധൈര്യമായിട്ട് കാണാം. വയലൻസും മൈൽഡായിട്ടുള്ള അശ്ലീല രംഗങ്ങളും പെർമിറ്റഡ് ആണ്, പക്ഷേ അവയുടെ ദൈർഘ്യം വളരെ കുറവായിരിക്കും. ഇനി അടുത്തത് S, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം കാണാനുള്ള സിനിമ. ഫോർ എക്സാമ്പിൾ, ഡോക്ടേഴ്സിന് മാത്രം കാണാൻ സാധിക്കുന്ന ചില സിനിമകൾ ഉണ്ടാവുമല്ലോ. അടുത്തത് A, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാനാകുന്ന സിനിമ. കഠിനമായ ഭാഷ, കഠിനമായ അശ്ലീലങ്ങൾ, മയക്കുമരുന്ന് പോലുള്ള വസ്തുക്കളുടെ അമിത ഉപയോഗം, വിവാദപരമായ വിഷയങ്ങൾ പ്രമേയമാക്കുന്ന സിനിമ. ഫോർ എക്സാമ്പിൾ, പൊളിറ്റിക്സ്, റിലീജിയൻ, റിയൽ ഇൻസിഡൻസ്, അങ്ങനെ. ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഈ ഫിലിം സർട്ടിഫിക്കേഷൻ സിസ്റ്റം നിലവിലുണ്ട്. ഇന്ത്യയിലെ പോലെ A, UA, U എന്നീ പ്രയോഗങ്ങൾക്ക് പകരം R, PG, G എന്നിവയാണ് യൂസ് ചെയ്യുന്നത്. എന്താണേലും ഈ പരിപാടി ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഏർപ്പാട് തന്നെയാണ്. പിന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നമുക്ക് നാളെ കാണാം. ബൈ.